Hi students, welcome to Kunji's class. ഇന്ന് നമ്മൾ CBSE ക്ലാസ് 8ൻ്റെ സയൻസ് ചാപ്റ്റർ 7 കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാപ്റ്റർ 7 കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. എന്താണ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? സംരക്ഷിക്കുക അല്ലേ. പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് മേക്കിംഗ് നാഷണൽ പാർക്സ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ്. ഇതൊക്കെ മേക്ക് ചെയ്തതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതുപോലെ നാഷണൽ പാർക്ക്, ബയോസ്ഫിയർ റിസർവ്സ്, സൂസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഇതെല്ലാം മേക്ക് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? ദീസ് ഏരിയാസ് ഫോർ കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് കോസസ്. ഡീഫോറസ്റ്റേഷൻ എന്താണ്, അതിൻ്റെ കോസസ് എന്താണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നതാണ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ അതിൻ്റെ കോസസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ആദ്യമേ നോക്കാൻ പോകുന്നത്. എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എക്സിസ്റ്റ് ഓൺ എർത്ത്. ദേ ആർ എസെൻഷ്യൽ ഫോർ ദി വെൽ-ബീയിങ് ആൻഡ് സർവൈവൽ ഓഫ് മാൻകൈൻഡ്. ടുഡേ എ മേജർ ത്രെറ്റ് ടു സർവൈവൽ ഓഫ് ദീസ് ഓർഗാനിസംസ് ഈസ് ഡീഫോറസ്റ്റേഷൻ. അതായത് എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എക്സിസ്റ്റ് ഓൺ എർത്ത്. പലതരത്തിലുള്ള പ്ലാന്റ്സ് അതുപോലെ ആനിമൽസൊക്കെ എക്സിസ്റ്റാണ് എർത്തിൽ അല്ലേ. അപ്പോൾ അതിനെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ മുൻ തലമുറയൊക്കെ കണ്ടിരുന്ന പല ആനിമൽസിനെ അല്ലെങ്കിൽ പല പ്ലാന്റ്സിനെ ഒന്നും നമ്മൾ കാണുന്നില്ല. ഇനി നമ്മൾ കാണുന്നതിനെ വരും തലമുറകൾ കാണണമെന്നില്ല. കാരണം എന്താണ്, അവയൊക്കെ എക്സ്റ്റിൻ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ പഠിക്കുന്നത്. അതായത് എൻഡേഞ്ചേർഡ് ആനിമൽസ്, എക്സ്റ്റിൻ്റ് ആനിമൽസ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് യൂസിങ് ദാറ്റ് ലാൻഡ് ഫോർ അതർ പർപ്പസസ്. അതായത് ഇപ്പം ഫോറസ്റ്റ് ഏരിയാസൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അവിടെയൊക്കെ മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അവ വെട്ടിത്തെളിക്കും. ലാൻഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ, അതിനൊക്കെ നമ്മൾ അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോറസ്റ്റും നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് തന്നെയല്ല, എന്താ പറയുക, സിറ്റികളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടും ഫോറസ്റ്റ് നശിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ വൈഡായിട്ടുള്ള ഫോറസ്റ്റൊക്കെ വെട്ടിത്തെളിച്ചാണ് ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയറിങ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് യൂസിങ് ദാറ്റ് ലാൻഡ് ഫോർ അതർ പർപ്പസസ്. മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും ഈ ലാൻഡ്. അതിന് വേണ്ടിയിട്ടാണ് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ക്ലിയറിങ് ഓഫ് അല്ലെങ്കിൽ കട്ടിങ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് അല്ലേ. ട്രീസ് ഇൻ ദി ഫോറസ്റ്റ് ആർ കട്ട് ഫോർ സം ഓഫ് ദി പർപ്പസസ് മെൻഷൻഡ് ബിലോ. അതായത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫോറസ്റ്റിലെ ട്രീസ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രൊക്യൂറിങ് ലാൻഡ് ഫോർ കൾട്ടിവേഷന് വേണ്ടിയിട്ട് ആ ലാൻഡിനെ യൂസ് ചെയ്യുന്നു. ബിൽഡിംഗ് ഹൗസസ് ആൻഡ് ഫാക്ടറീസ്, അതുപോലെ തന്നെ ആ ലാൻഡിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഹൗസസുകളൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. മേക്കിംഗ് ഫർണിച്ചർ ഓർ യൂസിങ് വുഡ് ആസ് ഫ്യൂവൽ. അതുപോലെ തന്നെ ഈ തടികൾ അല്ലെങ്കിൽ ഈ ട്രീസൊക്കെ വെട്ടിയെടുത്തിട്ട് അത് ഫർണിച്ചറിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂവലിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീസിനെയൊക്കെ വെട്ടി നശിപ്പിക്കുന്നത് അല്ലേ. അപ്പം ഇതാണ് അതിൻ്റെ മെയിൻ റീസൺ. ഇതാണ് അവിടെയൊക്കെ ആ ലാൻഡ് മെയിൻലി അവൈലബിൾ ആക്കി എടുക്കുക, അതായത് അത്രയും ഭാഗം കൂടി യൂസ്ഫുൾ ആക്കി എടുക്കുക. അതായത് അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ആ ഭാഗം കൂടി നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുക. ഓക്കെ, ഇത് ഇത്രയും മാൻമെയ്ഡ് പ്രോസസ്സാണ്, അതായത് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനി ഇതല്ലാണ്ട് നാച്ചുറൽ കോസസും ഉണ്ട്. അതായത് ഡീഫോറസ്റ്റേഷന് കാരണമാകുന്ന നാച്ചുറൽ കോസസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് സിവിയർ ഡ്രോട്ട്സ്. ഫോറസ്റ്റ് ഫയേഴ്സ്, വലിയ കാട്ടുതീയൊക്കെ പടരുന്നതൊക്കെ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വാർത്തകളൊക്കെ കേൾക്കാറില്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു ഹീറ്റ് നന്നായിട്ട് കൂടിക്കഴിയുമ്പോൾ കാട്ടുതീ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഒരു ഏരിയ മുഴുവനാണ് കത്തി നശിക്കുന്നത് അല്ലേ. ആ ഫോറസ്റ്റ് കംപ്ലീറ്റ് ഒരു ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഏകദേശം
കംപ്ലീറ്റ് കത്തി നശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹയേലി ആൻഡ് ബൂജോബ് റീകോൾഡ് ദ കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ദേ റിമെമ്പേർഡ് ദാറ്റ് ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ ആൻഡ് പൊല്യൂഷൻ ലെവൽ ഓൺ ദി എർത്ത്. ഫസ്റ്റ് കോസ് എന്താണ്, അല്ലെ കോൺസിക്വൻസ് എന്താണ്? ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ ആൻഡ് പൊല്യൂഷൻ ലെവൽ ഓൺ ദി എർത്ത്. എർത്തിലെ പൊല്യൂഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ഇൻക്രീസ് ദി ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാകും അല്ലേ? അതൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതല്ലേ? അപ്പം ഗ്ലോബൽ വാർമിങ്ങിന് ഒരു കാരണമാകും. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഓൾസോ ഗെറ്റ്സ് ലോവേഡ്. അതുപോലെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ താണു പോകും. അത് എങ്ങനെയായിരിക്കും? അതായത് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ മരങ്ങൾ നശിക്കുകയാണ് അല്ലേ? ആ മരങ്ങൾ നശിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ഈ മരങ്ങളാണ് കൂടുതലും മണ്ണിനെ തടഞ്ഞു നിർത്തുന്നത്. ഇപ്പം നമ്മൾക്ക് കേരളത്തിൽ ഇതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം എന്താണ്, ഇപ്പം കൂടെ നമുക്ക് ഫ്ലഡൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ? അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഈ മണ്ണിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നത് ഈ മരങ്ങളാണ്. അപ്പം ഈ മരം പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു? അവിടെ സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നല്ലേ? മണ്ണൊലിപ്പുണ്ടാകും. അപ്പം പിന്നെ അവിടെയുള്ള ആ ഒരു മണ്ണെന്ന് പറയുന്ന ഒരു റോക്കി സർഫസാണ് അല്ലേ? അതായത് നല്ല മണ്ണ്, അതായത് നല്ല ഇളകി കിടക്കുന്ന മണ്ണങ്ങ് ഒലിച്ചു പോകും അല്ലേ? അതിന് പിന്നീട് വരുന്നത് ഹാർഡായിട്ടുള്ള സർഫസാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം താഴുമോ? മഴ പെയ്യുമ്പോൾ വെള്ളം താഴില്ല, ആ വെള്ളം മുഴുവൻ ഒലിച്ചു പോകും അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുകയും ചെയ്യും, ഫ്ലഡിന് കാരണമാവുകയും ചെയ്യും അല്ലേ? അപ്പോൾ ഫ്ലഡ് നമുക്ക് അറിയാമല്ലോ, ഇപ്പം കേരളത്തിൽ അതിൻ്റെ ഒരു സീസണാണ് അല്ലേ? അതുപോലെ മറ്റൊരു കാരണം പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഇൻക്രീസസ് ദി ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതായത് നമുക്കറിയാം ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നമുക്കറിയാമല്ലോ. അതായത് നമ്മൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പ്ലാന്റ്സാണ് സ്വീകരിക്കുന്നത്. പ്ലാന്റ്സ് വിടുന്ന ഓക്സിജനാണ് നമ്മൾ സ്വീകരിക്കുന്നതും നമ്മൾ ബ്രീത്തിങ് ഒക്കെ നടത്തുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ അതായത് നമ്മൾ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മരങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണ് തടഞ്ഞു നിർത്തുന്നതും സ്വീകരിക്കുന്നതും അല്ലേ? അപ്പോൾ അത് മരങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് യഥേഷ്ടം അറ്റ്മോസ്ഫിയറിലുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാകുന്നത്. They know that the deforestation disturbs the balance in nature. നേച്ചറിൻ്റെ ബാലൻസ് തന്നെ ഡീഫോറസ്റ്റേഷൻ മാറ്റിമറിക്കുന്നു അല്ലേ? They were told by Professor Ahmed that if cutting of trees continues, rainfall and the fertility of the soil will decrease. അതായത് കട്ടിങ് ഓഫ് ട്രീസ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റെയിൻഫോളും ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ വിൽ ഡിക്രീസ്. ഞാൻ പറഞ്ഞല്ലോ, ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? മരങ്ങളാണ് ഈ മണ്ണിനെ തടഞ്ഞു നിർത്തുന്നത്. അപ്പം മരം പോയി കഴിയുമ്പോൾ മണ്ണെല്ലാം ഒലിച്ചു പോകും. പിന്നെ വരുന്ന ഹാർഡ് സർഫസാണ് അവിടുത്തെ. അതൊരു ഫെർട്ടൈൽ ലാൻഡ് അല്ലേ? Moreover, there will be increased chances of natural calamities such as floods and droughts. അങ്ങനെയാണ് ഫ്ലഡൊക്കെ ഉണ്ടാകുന്നത്. ഫ്ലഡ് ഉണ്ടാകാനൊരു റീസണാണത്. അത് മാത്രമല്ല, ഫ്ലഡ് ഉണ്ടാകുന്നത് അതും ഒരു റീസണാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ? റൈറ്റ് ദി കോസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഇതൊക്കെ ടെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വാട്ട് ഈസ് ഡീഫോറസ്റ്റേഷൻ? ഡീഫോറസ്റ്റേഷൻ മീൻസ് ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് using that land for other purposes. What are the causes of deforestation? Causes of deforestation are procuring land for cultivation, building houses and factories, making furniture or using wood as fuel, natural calamities like ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് സിവിയർ ഡ്രോട്ട്സ്. ഇതൊക്കെയാണ് ഡീഫോറസ്റ്റേഷൻ്റെ കോസസ്. ഇനിയും ഡീഫോറസ്റ്റേഷൻ്റെ കോൺസിക്വൻസസ്. റൈറ്റ് എനി 5 കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. അങ്ങനെ ചോദിക്കാം. ഒരു 5 കോൺസിക്വൻസസ്, അതായത് ഡീഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന 5 കോൺസിക്വൻസസ് പറയുക. ഇപ്പോൾ നിങ്ങൾ പറയുക, ഡീഫോറസ്റ്റേഷൻ ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ ആൻഡ് പൊല്യൂഷൻ ലെവൽ ഓൺ ദി എർത്ത്. ഇറ്റ് ഡിസ്റ്റർബ്സ് ദ ബാലൻസ് ഇൻ നേച്ചർ. Deforestation leads to global warming. It reduces water holding capacity of the soil.
deforestation leads to the change in soil properties. Recall that plants need carbon dioxide for photosynthesis. Fewer trees would mean that less carbon dioxide will be used up, resulting in its increased amount in the atmosphere. This will lead to global warming as carbon dioxide traps the heat rays reflected by the earth. The increase in temperature on the earth disturbs the water cycle and may reduce rainfall. അതായത് റെയിൻഫോളിനുള്ള റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം റെയിൻഫോൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അത് റെഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓൺ ദി എർത്ത് ഡിസ്റ്റർബ്സ് ദ വാട്ടർ സൈക്കിൾ ആൻഡ് മേ റെഡ്യൂസ് റെയിൻഫോൾ. ദിസ് കുഡ് കോസ് ഡ്രോട്ട്സ്. അപ്പോൾ ഇതെന്തിന് കാരണമാകുന്നു? ഡ്രോട്ട്സിന് കാരണമാകുന്നു അല്ലേ, വരൾച്ചയ്ക്ക് കാരണമാകുന്നു. Deforestation is a major cause which leads to the change in soil properties. Physical properties of the soil get affected by plantation and vegetation. Recall from class 7 how trees prevent soil erosion. Fewer trees result in more soil erosion. Removal of the top layer of the soil exposes the lower hard and rocky layers. This soil has less humus and is less fertile. അതായത് ഈ സോയിൽ ഇറോഷൻ നടക്കുമ്പോൾ, സോയിൽ ഇറോഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. സോയിൽ ഇറോഷൻ്റെ ഫലമായിട്ട് ആ സർഫസ് ഹാർഡായിരിക്കും അല്ലെങ്കിൽ റോക്കി ആയിരിക്കും എന്ന് പറഞ്ഞു. അവിടുത്തെ ഫെർട്ടൈൽ ലാൻഡ് കംപ്ലീറ്റ് പോകും അല്ലേ, ഒലിച്ചു പോകും. അതിൻ്റെ ഫലമായിട്ട് അത് അവിടെ ഉണ്ടാകുന്നത് പിന്നീടുള്ള ഹാർഡ് ഓർ റോക്കി ലേയേഴ്സാണുള്ളത്. അവിടെ ഒട്ടും ഹ്യൂമസും ഒന്നുമില്ല അല്ലേ. ഗ്രാജുവലി ദി ഫെർട്ടൈൽ ലാൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻറ്റു ഡെസേർട്സ്. ഇറ്റ് ഈസ് കോൾഡ് ഡെസേർട്ടിഫിക്കേഷൻ. അപ്പം ആ ലാൻഡ്, അതായത് ആ ഫെർട്ടൈൽ ലാൻഡ് അതിൻ്റെ ഫെർട്ടിലിറ്റി മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഈ സോയിൽ ഇറോഷൻ്റെ ഫലമായിട്ട് അതെല്ലാം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടാകുന്ന എന്താണ്? അത് വെറും ഡെസേർട്ടായിട്ട് മാറുകയാണ് അല്ലേ. ഒന്നിനും കൊള്ളാത്ത വെറും തരിശ് ഭൂമിയായിട്ട് മാറുകയാണ്. കാരണം അവിടെ എന്താണ്, കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കില്ല, പ്ലാന്റ്സ് ഒന്നും വളരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വെറും ഡെസേർട്ടായിട്ട് മാറും. അതിനെയാണ് പറയുന്നത് ഡെസേർട്ടിഫിക്കേഷൻ. Deforestation also leads to increase in the water holding capacity of the soil. The movement of water from the soil surface into the ground is reduced. അത് നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ ഫെർട്ടൈലായിട്ടുള്ള മണ്ണ് അല്ലെങ്കിൽ ആ നല്ല മണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു റോക്കി സർഫസാണ്, അവിടേക്ക് വെള്ളം താഴുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗണ്ട് വാട്ടർ ഒന്നും അതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നൊന്നുമില്ല. കാരണം അവിടെ വെള്ളം ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നശിച്ചു പോയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം താഴുന്നില്ല. വെള്ളം താണെങ്കിൽ മാത്രമേ അവിടെ ഉണ്ടാകുന്നുള്ളൂ, ഗ്രൗണ്ട് വാട്ടർ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അതായത് ഇൻഫിൽട്രേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് ഫിൽറ്റർ ചെയ്യുന്നില്ല. ഫിൽറ്റർ ചെയ്ത് വെള്ളം ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ എന്താകുന്നുള്ളൂ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വാട്ടർ സൈക്കിളിനെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. So there are floods. The other properties of the soil like nutrient content, texture, etc. also change because of deforestation. അപ്പോൾ ഈ ഡിഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ. Conservation of forest and wildlife. Having become aware of the effects of deforestation, Paheli and Bujo are worried. They go to Professor Ahmed and ask him how forest and wildlife can be saved. Professor Ahmed organizes a visit to a biosphere reserve for Paheli, Bujo and their classmates. He selects a place named Pachmarhi Biosphere Reserve. He knows that the plants and animals found here are similar to those of the upper Himalayan peaks and to those belonging to the lower western Ghats. Professor Ahmed believes that the biodiversity found here is unique. He requests Madhavji, a forest employee, to guide the children inside the Biosphere Reserve. He explains that preserving areas of such biological importance make them a part of our national heritage. അതായത് ഇവർ ഒരു ബയോസ്ഫിയർ റിസർവ് കാണാനായിട്ട് പോവുകയാണ്. ആ റിസർവിൻ്റെ പേരെന്താണ്? പച്ച്മാർഹി ബയോസ്ഫിയർ റിസർവ്. അത് കാണാനായിട്ട് അവർ പോവുകയാണ്. അവിടെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്.
to those of the upper Himalayan peaks and to those belonging to the lower western Ghats. അതായത് അതൊരു വൈഡ് ഏരിയ ആണ്. പച്ചമാർഹി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്ന ഒരു വൈഡ് ഏരിയ ആണ്. അപ്പോൾ അവിടെ കാണാൻ പോവുകയാണ്. അതായത് അവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട എന്താണ്, ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചാണ് അവിടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ അവിടെ ഒരു ഗൈഡിനെയുള്ള അല്ലെങ്കിൽ ഈ പ്രൊഫസർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിയമിക്കുന്നു. ആ ഗൈഡാണ് ഇവരോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ഇൻ വിച്ച് ലിവിങ് ഓർഗാനിസംസ് എക്സിസ്റ്റ് ഓർ വിച്ച് സപ്പോർട്ട്സ് ലൈഫ്. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി refers to the variety of organisms existing on the earth, their interrelationships and their relationship with the എൻവയോൺമെൻറ്റ്. അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിസ്റ്റിംഗ് ഓർഗാനിസംസ്, എല്ലാ ഓർഗാനിസം, ഇപ്പോൾ ഹ്യൂമൻസ് ആകാം, ആനിമൽസ് ആകാം, പ്ലാന്റ്സ് ആകാം, എല്ലാ ഓർഗാനിസത്തിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു ദി വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് എക്സിസ്റ്റിംഗ് ഓൺ ദി എർത്ത്, ദെയർ ഇൻ്റർ റിലേഷൻഷിപ്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് വിത്ത് ദി എൻവയോൺമെൻറ്റ്. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ അവയ്ക്ക് എൻവയോൺമെൻറ്റിലുള്ള റിലേഷൻഷിപ്പുമാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. മാധവ്ജി എക്സ്പ്ലെയിൻസ് ടു ദി ചിൽഡ്രൻ ദാറ്റ് എപ്പാർട്ട് ഫ്രം അവർ പേഴ്സണൽ എഫേർട്സ് ആൻഡ് എഫേർട്സ് ഓഫ് ദി സൊസൈറ്റി, ഗവൺമെൻറ് ഏജൻസീസ് ഓൾസോ ടേക്ക് കെയർ ഓഫ് ദി ഫോറസ്റ്റ് ആൻഡ് ആനിമൽസ്. അതായത് ആനിമൽസിനെയും ഫോറസ്റ്റിനെയും ഒക്കെ കൺസർവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ മാധവ്ജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവരുടെ പേഴ്സണൽ എഫേർട്ടും അതുപോലെ ഗവൺമെൻറ്റിൻ്റെയും സൊസൈറ്റിയുടെയും ഒക്കെ സപ്പോർട്ടിൻ്റെ ഒരു ഫലമാണ് കാണുന്നത്. ദ ഗവൺമെൻറ് ലേസ് ഡൗൺ റൂൾസ്, മെത്തേഡ്സ് ആൻഡ് പോളിസീസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് കൺസേർവ് ദം. അവയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ അല്ലെങ്കിൽ സംരക്ഷിക്കേണ്ടതിൻ്റെയൊക്കെ ഒരു റോള് ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ് എക്സെട്ര ആർ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് ഏരിയ. അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ്, ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കൺസർവ് ചെയ്യുന്ന ഈ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് ബയോസ്ഫിയർ റിസർവ്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് ഒക്കെ. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.